ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നോ? എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നിങ്ങൾക്ക് ഹെഡിങ് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇംഗ്ലീഷാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ. എക്സ്പ്രസിങ് സോറോ, അതായത് ഖേദം പ്രകടിപ്പിക്കുക. ഖേദം പ്രകടിപ്പിക്കേണ്ട സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് സമയത്തിന് എത്താതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം കാണിക്കുക, അതുമല്ല എന്നുണ്ടെങ്കിൽ നിരപരാധിയായ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താ ചെയ്യണം? നമ്മൾ ഖേദം പ്രകടിപ്പിക്കും അല്ലേ, എക്സ്പ്രസ് ചെയ്യും, സോറോ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഏതാണ്? സോറി അല്ലേ. സോറി എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഞാനിപ്പോൾ പറയാം. എനിക്ക് സമയത്തിന് വരാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. എനിക്ക് സമയത്തിന് വരാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. ഇത് നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? സോറി, ഐ കുഡ് നോട്ട് കം ഇൻ ടൈം. സോറി, ഐ കുഡ് നോട്ട് കം ഇൻ ടൈം. ഓക്കെ, സോറി, ഐ കുഡ് നോട്ട് കം ഇൻ ടൈം. വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. എനിക്ക് വാസ്തവത്തിൽ നിങ്ങളോട് സഹതാപമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും അല്ലേ. എനിക്ക് വാസ്തവത്തിൽ നിങ്ങളോട് സഹതാപമുണ്ട്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് പറയാം? ഐ ആം റിയലി സോറി ഫോർ യു, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു? ഐ ആം റിയലി സോറി ഫോർ യു, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു? ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം പറയാണ്. നിങ്ങളുടെ പതനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായി. നിങ്ങളുടെ പതനത്തിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായി. അതെങ്ങനെ പറയാം? വി വെയർ സോറി ടു ഹിയർ ഓഫ് യുവർ ഫാൾ. എങ്ങനെയാണ്? വി വെയർ സോറി ടു ഹിയർ ഓഫ് യുവർ ഫാൾ. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വേറൊരെണ്ണം പറയുകയാണ്. നിങ്ങളുടെ ഒരു ചീത്ത വാർത്ത അറിയിക്കാനുണ്ടെന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. നിങ്ങളോട് ഒരു ചീത്ത വാർത്ത അറിയിക്കാൻ ഉണ്ടെന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. ഇത് നമുക്ക് എങ്ങനെ പറയാം? ഐ ആം സോറി ടു സേ ദാറ്റ് ഐ ഹാവ് സം ബാഡ് ന്യൂസ് ഫോർ യു. ഐ ആം sorry to say that I have some bad news for you. Okay, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താങ്ക്സ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? താങ്ക്സ്. താങ്ക്സ് എന്ന് വെച്ചാൽ എന്താ? നന്ദി അല്ലേ. പിന്നെന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? കൃതജ്ഞത. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഗിഫ്റ്റ് തരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തോ ചെയ്യും? അവർക്കൊരു നന്ദി അല്ലെങ്കിൽ ഒരു കൃതജ്ഞത രേഖപ്പെടുത്തും അല്ലേ. സോ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു മര്യാദയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് താങ്ക്സ് അല്ലേ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അതിന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതറിയാലോ, താങ്ക്സ് എന്ന് വെച്ചാൽ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ കൃതജ്ഞത. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. താങ്കളുടെ ഔദാര്യത്തിന് നന്ദി. താങ്കളുടെ ഔദാര്യത്തിന് നന്ദി. അതെങ്ങനെയാണ് പറയുന്നത്? താങ്ക് യു ഫോർ യുവർ ജനറോസിറ്റി. താങ്ക് യു. ഞാനിപ്പോൾ ഷോർട്ട് ഫോം ആണ് എഴുതുന്നത്, യു ഒക്കെ കേട്ടോ. ഫോർ, അതുപോലെ തന്നെ യുവർ നമുക്ക് യു ആർ ദ ഷോർട്ട് ഫോം എഴുതാം. ജനറോസിറ്റി. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ജനറോസിറ്റി. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാണ്. എനിക്ക് വഴി കാണിച്ചു തന്നതിന് വളരെ നന്ദി. എനിക്ക് വഴി കാണിച്ചു തന്നതിന് വളരെ നന്ദി. അപ്പോൾ നമുക്കതെങ്ങനെ പറയാം? മെനി താങ്ക്സ് ഫോർ ഹാവിങ് ഷോൺ മീ ദ വേ. മെനി താങ്ക്സ്
Many thanks for having shown me the way. Okay. നെക്സ്റ്റ്, അങ്ങയുടെ നന്ദിക്ക് വളരെ നന്ദി. അങ്ങയുടെ ദയയ്ക്ക് വളരെ നന്ദി. അതെങ്ങനെയാണ് പറയുന്നത്? അങ്ങയുടെ ദയയ്ക്ക് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ്നെസ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ്നെസ്. ഓക്കെ. നെക്സ്റ്റ് നമുക്കെങ്ങനെ പറയാം? വേറൊരെണ്ണം പറയാണ്, താങ്കളുടെ മുന്നറിയിപ്പിന് വളരെ നന്ദി. താങ്കളുടെ മുന്നറിയിപ്പിന് വളരെ നന്ദി. അതെങ്ങനെ പറയാം? താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാണിംഗ്, അല്ലേ? താങ്ക് യു വെരി മച്ച്, ഇത് കൂട്ട് തന്നെ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ മുന്നറിയിപ്പ് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്? വാണിംഗ്, അല്ലേ? താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാണിംഗ്. ഓക്കെ. ഇനി നിങ്ങളുടെ സഹായത്തിന് ഞാൻ നിങ്ങളോട് വളരെ കൃതജ്ഞതയുള്ളവളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സഹായത്തിന് ഞാൻ നിങ്ങളോട് വളരെ കൃതജ്ഞതയുള്ളവനാണ്. ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ യുവർ ഹെൽപ്പ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് റബ്ബ് ചെയ്ത് എഴുതുകയാണ്. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ യുവർ ഹെൽപ്പ്. I am very grateful to you for your help. Okay, I am very grateful to you for your help. താങ്കളുടെ സഹായത്തിന് ഞാൻ നിങ്ങളോട് വളരെ കൃതജ്ഞതയുള്ളവനാണ്. ഓക്കെ. ഇനി ഒരെണ്ണം പറയാണ്, എനിക്ക് താങ്കളോടുള്ള നന്ദി എങ്ങനെ പ്രകടിപ്പിക്കാനാകും? എനിക്ക് താങ്കളോടുള്ള നന്ദി എങ്ങനെ പ്രകടിപ്പിക്കാനാകും? അതെങ്ങനെ നമുക്ക് പറയാം? ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു, അല്ലേ? ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു. ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു. ഷോർട്ട് ഫോം ആണ് ഞാൻ യു ഒക്കെ എഴുതുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? താങ്ക്സ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.